എല്ലാവർക്കും നമസ്കാരം. ശ്രീരാമചന്ദ്രസ്വാമിയുടെ ധർമ്മ പരിപാലനത്തിന്റെയും സഹോദര സ്നേഹത്തിന്റെയും സീതാമാതാവിന്റെ ത്യാഗത്തിന്റെയും ഭർത്തൃസ്നേഹത്തിന്റെയും ഹനുമാൻ സ്വാമിയുടെ ഭക്തിയുടെയും സേവനത്തിന്റെയും മഹിമകളെ ഓർത്ത് വാൽമീകിയാൽ വിരചിതമായ രാമായണത്തെ എന്നും പാരായണം ചെയ്ത് ആ തത്വങ്ങളെല്ലാം മനസ്സിലൂന്നി സമാധാനപരമായ ഒരു ജീവിതം മുന്നോട്ട് നയിക്കുവാനുള്ള ആ ദിവസങ്ങൾ സമാഗതമായിരിക്കും. ഇന്ന് മുതൽ നമ്മുടെ മനസ്സിൽ രാമായണ കഥകളിൽ രാമായണ തത്വങ്ങളിൽ മുഴുകിയിരിക്കും. നാരായണ എന്ന മന്ത്രത്തിലെ രാ എന്ന ബീജാക്ഷരവും നമശിവായ എന്ന മന്ത്രത്തിലെ മാ എന്ന ബീജാക്ഷരവും ചേർന്ന് അതിശക്തമായ എല്ലാവിധ സൗഭാഗ്യങ്ങളും ധൈര്യവും മനഃശാന്തിയും തരുന്ന ആ രാമമന്ത്രം നമ്മുടെ ഗൃഹങ്ങളിൽ ഇന്നു മുതൽ മുഴങ്ങാൻ തുടങ്ങുകയാണ്. നമ്മുടെ എല്ലാ മഹാഭാഗ്യമാണ് ത്രേതായുഗത്തിൽ ഭഗവാൻ മഹാവിഷ്ണു ശ്രീരാമനായി അവതരിച്ച് ഈ മനുഷ്യജന്മമെടുത്ത് നമുക്ക് മാതൃകയായി ജീവിച്ച് കാണിച്ചത്. ഇന്നു മുതൽ ഞങ്ങൾ സ്വാമിയാർ മഠത്തിലെ ആർഷവിദ്യാപീഠത്തിലെ വിദ്യാർത്ഥികൾ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ആ കഥ കുറേശ്ശെയായി ഓരോ ദിവസവും പറഞ്ഞ് ശ്രീരാമചന്ദ്രസ്വാമിയുടെ ആ ജീവിത കഥ ഞങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ ആ ധർമാചരണം ഏറ്റവും നല്ല രീതിയിൽ ഞങ്ങളെ മുന്നോട്ട് നയിക്കുവാനായിട്ടാണ്, ഞങ്ങളുടെ മനസ്സിൽ ആഴ്ന്ന് പ്രവേശിക്കുവാനായിട്ടാണ് ഈ സംരംഭം. അതിന് ശ്രീരാമചന്ദ്രസ്വാമിയുടെയും ഹനുമാൻ സ്വാമിയുടെയും എല്ലാ ഗുരുനാഥന്മാരുടെയും എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഈ കഥാപ്രവചനം ആരംഭിക്കുകയാണ്. രാമായണ കഥ ഇത്രയും ഭംഗിയായി രചിച്ചതാരാണ്? അതാണ് വാൽമീകി മഹർഷി. അപ്പോൾ ഈ വാൽമീകി മഹർഷിയെ കുറിച്ച് നമുക്ക് അറിയണ്ടേ? ആരാണ് വാൽമീകി മഹർഷി? എന്താണ് അദ്ദേഹത്തിന്റെ മഹത്വം? നമുക്ക് നോക്കാം. വാൽമീകിയെ കുറിച്ച് കിഴക്കുംപാട്ട് വിനോദ് കുമാർ സാർ വളരെ ഭംഗിയായിട്ട് അതിന്റെ യഥാർത്ഥ കഥ ഇതാണ് എന്ന് പറയുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി. അത് ഞാനിവിടെ ഈ അവസരത്തിൽ അവതരിപ്പിക്കുകയാണ്. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വാക്കുകൊണ്ടും 3 തരം തപസ് ശീലിച്ച തപസ്വിയാണ് വാൽമീകി. അദ്ദേഹത്തിന്റെ പേര് വാൽമീകി എന്നല്ല ഉച്ചരിക്കേണ്ടത്, വാൽമീകി എന്നാണ്. വാൽമീകം എന്നാൽ പുറ്റൻ, വാൽമീകസ്യ അപത്യം പുമാൻ എന്നാൽ പുറ്റന്റെ മകൻ എന്നാണ് അർത്ഥം. അതിന് ഉദാഹരണം അദ്ദേഹം പറയുന്നു. ഒരു വസ്തു ഇളക്കം തട്ടാതെ അനങ്ങാതെ മാസങ്ങളോളം ഇരിക്കുമ്പോൾ അത് ചിതൽ പിടിച്ച് പുറ്റാകുന്നു. അതുപോലെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ നിയന്ത്രിച്ച ഒരു മഹായോഗിയായിരുന്നു വാൽമീകി. അതുകൊണ്ടാണ് പുറ്റിന്റെ മകൻ എന്ന് കാവ്യാത്മകമായി പറയുന്നത്. വാൽമീകി മഹർഷി തന്നെ അദ്ദേഹത്തെ കുറിച്ച് രാമായണത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. 24,000 ശ്ലോകങ്ങളിൽ വാൽമീകി മഹർഷിയെ കുറിച്ച് ഈ ഒറ്റൊരു ശ്ലോകമേ രാമായണത്തിൽ പറയുന്നുള്ളൂ. പ്രചേതസോഹം ദശമഃ പുത്രോ രാഘവനന്ദന ന സ്മരാമ്യനൃതം വാക്യമിമൗതു തവ പുത്രകൗ. അഗ്നിപ്രവേശനം ചെയ്ത സീതാദേവിയെ ശ്രീരാമചന്ദ്രസ്വാമി കാട്ടിൽ ഉപേക്ഷിക്കുന്നു. ഗർഭിണിയായ സീതാദേവി വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ താമസിച്ചു. അവിടെ വെച്ച് സീതാദേവിക്ക് 2 പുത്രന്മാരുണ്ടായി. വർഷങ്ങൾക്കു ശേഷം പുത്രന്മാരുമായി സീതാദേവി വാൽമീകി മഹർഷിയോടൊപ്പം ശ്രീരാമചന്ദ്രസ്വാമിയുടെ കൊട്ടാരത്തിലെത്തുന്നു. അപ്പോൾ ജനക്കൂട്ടത്തിന്റെ മധ്യത്തിലേക്ക് കടന്നു ചെന്ന് വാൽമീകി മഹർഷി രാഘവനോട് പറയുന്നു, ഇതാ ദാശരഥേ സീത സുപ്രത ധർമ്മചാരിണി. അപവാദമുയർന്നപ്പോൾ ഭവാൻ എന്റെ ആശ്രമ സമീപത്ത് പരിത്യജിച്ചവൾ. മഹാമൃതനായ രാമ, ലോകാപവാദ ഭീതനായ അങ്ങയ്ക്ക് സീത പ്രത്യയം നൽകുന്നതാണ്. അതിന് സീതയ്ക്ക് അനുവാദം നൽകിയാൽ ഇരട്ട പ്രസവിച്ച ഈ 2 ജാനകി പുത്രന്മാർ അങ്ങയുടെ പുത്രന്മാർ തന്നെ. ഞാൻ ഈ പറയുന്നത് സത്യം. പ്രചേതസിന്റെ 10ാമത്തെ പുത്രനാണ് ഞാൻ. രഘുനന്ദന, ഞാൻ അന്യതമായ വാക്ക് ഓർക്കുക പോലുമില്ല. ഇവർ ഭവാന്റെ പുത്രന്മാർ. അനേകായിരം വർഷങ്ങൾ തപസ് അനുഷ്ഠിച്ചവനാണ് ഞാൻ. എനിക്ക് അതിന്റെ ഫലം വേണ്ട ഈ മൈഥിലി ദോഷപ്പെട്ടവളാണെങ്കിൽ. മനസ്സാ വാച കർമ്മണ മൈഥിലി അപാപയാണെങ്കിലേ എനിക്ക് അതിന്റെ ഫലം വേണ്ടി. ഇത്രയും വലിയ മഹാനായ ഒരു തപസ്വിയായിരുന്നു വാൽമീകി. അല്ലാതെ നമ്മൾ കേട്ടിരിക്കുന്നതും മനസ്സിലാക്കിയിരിക്കുന്നതുമായ ഒരു കാട്ടാളനല്ല വാൽമീകി.
ഒരു കാട്ടാളന് പോലും രാമനാമം ജപിച്ചാൽ മഹാനാകാൻ സാധിക്കും എന്ന മഹത്വം മനസ്സിലാക്കാൻ ഉണ്ടാക്കിയ കഥയാണ്. അപ്പോൾ നമ്മൾ ഇനി മനസ്സിലാക്കണം, പ്രചേതസിന്റെ 10ാമത്തെ പുത്രനായ തപസ്വിയും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു മഹായോഗിയായിരുന്നു വാൽമീകി. ഈ ലോകത്തിൽ ഗുണവാനും വീര്യവാനും ധർമ്മജ്ഞനും കൃതജ്ഞനും സത്യവാനും ദൃഢവ്യതനും ചാരിത്രയുക്തനും എല്ലാവർക്കും ഹിതനും വിദ്വാനും സമർത്ഥനും ഏവർക്കും പ്രിയപ്പെട്ടവനുമായ മഹാൻ ആരാണ് എന്ന് വാൽമീകി മഹർഷി തപസ്വിയായ നാരദനോട് ചോദിക്കുന്നു. ഈ ചോദ്യത്തിലൂടെയാണ് വാൽമീകി രാമായണത്തിലെ ബാലകാന്ഡ്യം മുതലുള്ള രാമായണ കഥ ആരംഭിക്കുന്നത്. ഈ ചോദ്യം കേട്ട ത്രിലോകജ്ഞാനിയായ നാരദ മഹർഷി പുഞ്ചിരി തൂക്കിക്കൊണ്ട് ശ്രീരാമചന്ദ്രസ്വാമിയുടെ കഥയെ സംഗ്രഹമാക്കിക്കൊണ്ട് രാമായണ കഥയെ ചുരുക്കി പറഞ്ഞു കൊടുത്തു. നാരദ മഹർഷിയുടെ വാക്കുകൾ കേട്ട് വാക്യവിശാരദനും ധർമാത്മാവുമായ വാൽമീകി ശിഷ്യന്മാരോടുകൂടി അദ്ദേഹത്തെ പൂജിച്ചു. പൂജ ഏറ്റുവാങ്ങി ദേവർഷി നാരദർ അവിടുന്ന് വിടവാങ്ങി സ്വർഗത്തിലേക്ക് യാത്രയായി. വാൽമീകി മഹർഷി ഗംഗയ്ക്ക് ഏറെ അകലെയല്ലാത്ത തമസാ നദിയിലേക്ക് പോയി. തമസാ തീരത്തെത്തി നിർമ്മലമായ തീർത്ഥം കണ്ട് അദ്ദേഹം ശിഷ്യരോട് പറഞ്ഞു, ഭരദ്വാജ കേൾക്കൂ, നല്ലവരായ മനുഷ്യന്റെ മനസ്സ് പോലെ രമണീയമാണ് പ്രസന്നമായിരിക്കുന്ന ഈ ജലം. നമുക്കിവിടെ മുങ്ങിക്കുളിക്കാം. കാനന ഭംഗി നോക്കിക്കൊണ്ടിരിക്കുന്ന വാൽമീകി മഹർഷി പെട്ടെന്ന് വളരെ ദുഃഖകരമായ ഒരു രംഗം കണ്ടു. വളരെ സ്നേഹത്തോടെ അന്യോന്യം മുട്ടിയുരുമ്മി കൊക്കുകൾ കോർത്ത് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന യുവമിഥുന പക്ഷികൾ. ആ പക്ഷികളിൽ ഒന്നിനെ ഒരു വേടൻ പെട്ടെന്ന് അമ്പെയ്യുന്നു. ആ 2 പക്ഷികളിൽ ആൺപക്ഷി വേടന്റെ അമ്പേറ്റ് മരിച്ചു വീഴുന്നു. ഈ രംഗം കണ്ട മഹർഷിക്ക് കാരുണ്യ പ്രവാഹമുണ്ടായി. കരയുന്ന പെൺപക്ഷിയുടെ രോദനം കേട്ട് ഇത് അധർമ്മമല്ലേ എന്ന ചിന്തയാൽ മഹർഷിയിൽ നിന്നും അറിയാതെ ഇപ്രകാരം ഒരു ശ്ലോകം ഉത്ഭവിച്ചു. മാ നിഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതീ സമാം യത് ക്രൗഞ്ച മിഥുനാമേകമപതീം കാമമോഹിത. മാ നിഷാദ, ചില കാലത്തേക്ക് നിനക്ക് പ്രതിഷ്ഠയുണ്ടാവാതിരിക്കട്ടെ. ഈ ക്രൗഞ്ച മിഥുനത്തിൽ കാമമോഹിതമായ ഒന്നിനെ നീ വധിച്ചുവല്ലോ. ഇപ്രകാരം ഉച്ചരിച്ചതോടെ വാൽമീകി മഹർഷിയുടെ മനസ്സിൽ ചിന്തയുണ്ടായി. ഈ പക്ഷിയുടെ അവസ്ഥയിൽ ശോകാർത്തനായി ഞാൻ ഉച്ചരിച്ചത് എന്താണ് എന്ന് അദ്ദേഹം ചിന്തിച്ചു. സമാക്ഷരമായ പാദബന്ധത്തോടു കൂടിയതും തന്ത്രീലയ സമന്വിതവും വളരെ ഭംഗിയായ ഒരു ശ്ലോകം. എന്നിൽ നിന്ന് ഇതൊരു ശാപമാകാതിരിക്കട്ടെ, ഇതൊരു ശ്ലോകമായി തന്നെ ഭവിക്കട്ടെ എന്ന് ശിഷ്യരോട് പറയുകയും ചെയ്തു. അപ്പോൾ തന്നെ ആ ശ്ലോകം ശിഷ്യർ ഹൃദിസ്ഥമാക്കുകയും ചെയ്തു. സ്നാനം കഴിഞ്ഞ് ആശ്രമത്തിലെത്തിയ വാൽമീകി മഹർഷി ആ വനത്തിൽ നടന്ന സങ്കടകരമായ കാര്യത്തെ ഓർത്തുകൊണ്ട് പതുക്കെ ധ്യാനത്തിലേക്ക് പ്രവേശിച്ചു. ഈ സമയം ലോകസൃഷ്ടാവും ചതുർമുഖനും മഹാതേജസ്വിയുമായ ബ്രഹ്മാവ് വാൽമീകി മഹർഷിയെ ദർശിക്കുവാനായി ആശ്രമത്തിലെത്തി. വാൽമീകി മഹർഷി വിദ്യാവണ്ണം സ്വീകരിച്ചിരുത്തി. ബ്രഹ്മാവിന്റെ മുമ്പിലിരിക്കുമ്പോഴും വാൽമീകി മഹർഷിയുടെ മനസ്സിൽ ആ പാപാത്മാവായ നിഷാദന്റെ വൈരഗ്രഹണ ബുദ്ധിയാൽ അത്രയും മനോഹരമായ ശബ്ദമുള്ള ക്രൗഞ്ചത്തെ അകാരണമായി വധിച്ചുവല്ലോ, ഹാ കഷ്ടം എന്ന ചിന്തയാണ് ഉണ്ടായിരുന്നത്. ഇതറിഞ്ഞ ബ്രഹ്മദേവൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇതിനെക്കുറിച്ച് അങ്ങനെ ചിന്താപരവശനാകേണ്ട കാര്യമില്ല. അങ്ങക്ക് അത് ശ്ലോകമായി തന്നെ ഭവിക്കും. എന്റെ ആഗ്രഹം അനുസരിച്ച് അങ്ങയിലൂടെ സരസ്വതി ദേവി പ്രവർത്തിച്ചതാണ്. അത് ഒരു ശ്ലോകമായി തന്നെ ഭവിക്കും. ഒരിക്കലും അതൊരു ശാപമായി മാറുകയില്ല എന്ന് ബ്രഹ്മാവ് പറഞ്ഞു. അല്ലയോ മഹർഷേ, അങ്ങ് ധർമാത്മാവും ധീമാനും ഭാഗവതനുമായ രാമന്റെ ചരിതം മുഴുവനും രചിച്ചാലും ശ്രീരാമന്റെ ചരിതം എങ്ങനെയാണോ അങ്ങ് നാരദനിൽ നിന്ന് ശ്രവിച്ചത് അതുപോലെ അത് രചിക്കുക. രാമായണ കഥ മുഴുവനും അങ്ങയുടെ മനസ്സിൽ തെളിഞ്ഞു വരും. അത് തൂലിക കൊണ്ട് അങ്ങ് എഴുതിയാൽ മാത്രം മതി. അങ്ങയുടെ വാക്ക് കാവ്യത്തിൽ അനർഥിതമായി ഭവിക്കുകയില്ല. അങ്ങനെ വാൽമീകി മഹർഷി രാമായണം രചിക്കാൻ തുടങ്ങി. 24,000 ശ്ലോകങ്ങൾ, 500 സർഗങ്ങൾ, 6 കാണ്ഡങ്ങൾ, പിന്നെ ഉത്തരകാണ്ഡം. ഉത്തരകാണ്ഡവും കൂടി രചിച്ച് കഴിഞ്ഞപ്പോൾ ആര് ഹൃദിസ്ഥമാക്കി ആലപിക്കുമെന്ന് ആലോചിച്ച് പരമാത്മനിഷ്ഠനായ മഹർഷി ചിന്തിച്ചിരിക്കുമ്പോൾ മുനിവേഷത്തിലുള്ള ലവകുശന്മാർ
പാദങ്ങളിൽ പ്രണമിച്ചു. ആശ്രമവാസികളും യശസ്വികളും സഹോദരന്മാരുമായ ആ മേധാവികളെ അദ്ദേഹം നോക്കി. മേധാവികളിൽ വേദങ്ങളിൽ അറിവ് നേടിയവരും ഹൃദയസ്വരത്തിൽ ആലപിക്കുവാൻ കഴിവുള്ളവരുമായ അവരെ വേദാർത്ഥം കൂടുതൽ ഗ്രഹിപ്പിക്കുന്നതിനായി സീതാചരിതം കൂടിയായ രാമായണം, പൗലസ്ത്യവധം ഉൾപ്പെടെ അഭ്യസിപ്പിച്ചു. കുഞ്ഞുങ്ങൾ ആ കഥ പാരായണ മാധുര്യവും ഗാനമാധുര്യവും ഒത്തിണക്കി ആ കാവ്യം അവർ ആലപിച്ചു. ധർമാഖ്യാനമായ ധർമ്മം മാത്രം നിറഞ്ഞു നിൽക്കുന്ന ആ ഉത്തമ കാവ്യം മുഴുവൻ ഹൃദിസ്ഥമാക്കിയ മിടുക്കന്മാർ ഋഷിമാരുടെയും ബ്രാഹ്മണന്മാരുടെയും സജ്ജനങ്ങളുടെയും സദസ്സിൽ യഥാ ഉപദേശം ആരംഭിച്ചു. ഒരു നാൾ മഹാത്മാക്കളും അനുഗ്രഹീതരും നല്ല ലക്ഷണങ്ങൾ തികഞ്ഞവരുമായ കുമാരന്മാർ പുണ്യാത്മാക്കളായ ഋഷിമാരുടെ സഭാമധ്യത്തിൽ കാവ്യം ഗാനം ചെയ്തു. അത് കേട്ട് എല്ലാ ഋഷിമാരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഈ കാവ്യം ഭാവിയിൽ കവികൾക്കെല്ലാം ആധാരമായി തീരും എന്ന് എല്ലാ മഹർഷിമാരും കൂടി അനുഗ്രഹിച്ചു. ദീർഘായുസ്സും സമൃദ്ധിയും നൽകുന്ന ഈ ഗീതം വളരെ മനോഹരമാണ് എന്ന് അവർ പ്രകീർത്തിച്ചു. ഈ കാവ്യം ആലപിച്ചുകൊണ്ട് രാജമാർഗങ്ങളിലും വീഥികളിലും സഞ്ചരിക്കുകയും കേട്ടവർ വാഴ്ത്തുകയും ചെയ്യുന്ന രണ്ട് ഗായക കുമാരന്മാരെ കുറിച്ച് ശ്രീരാമചന്ദ്രസ്വാമി അറിയാനിടയായി. അദ്ദേഹം ലവകുശന്മാരെ തന്റെ വാസസ്ഥലത്തേക്ക് കൊണ്ടുവന്നു. ശ്രീരാമചന്ദ്രസ്വാമി അവരെ പൂജിച്ചിരുത്തി. വിനീതരായ ഭരതശത്രുഘ്ന സഹോദരന്മാരെ നോക്കി പറഞ്ഞു, ഈ ദേവസന്നിധരായ കുമാരന്മാർ ഗാനം ചെയ്യുന്ന വിചിത്രാർത്ഥപ്രദമായ ആഖ്യാനത്തെ കേട്ടാലും കുഞ്ഞുങ്ങൾ വീണാവാദനത്തോടുകൂടി നാദത്തോടെ ഉള്ളിൽ നിന്നും ഉച്ചസ്ഥായിയിൽ ഭാവലയത്തോടെ കേൾവിക്കാരെ എല്ലാം ആഹ്ലാദിപ്പിക്കും വണ്ണം മധുരമായി പാടി. അപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമി പറഞ്ഞു, ഈ മുനികുമാരന്മാർ മഹാതപസ്വികളായിരിക്കുന്നെങ്കിലും പാർത്ഥിവ ലക്ഷണങ്ങൾ തികഞ്ഞവരാണ്. എനിക്കും ശ്രേയസ്കരമായിരിക്കുന്ന ഈ കാവ്യാഖ്യാനം ശ്രദ്ധിച്ചാലും എന്ന് ശ്രീരാമചന്ദ്രസ്വാമി ഉദ്ബോധിപ്പിച്ചു. അങ്ങനെ സദസ്സിൽ ഒരുവനായി ശ്രീരാമചന്ദ്രസ്വാമി തന്മയീ ഭവിക്കുവാനുള്ള ഇച്ഛയോടെ ലയിച്ചു കേട്ടു. ആ രാമായണമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഇവിടെ കേൾക്കാൻ പോകുന്നത്. ശ്രീശങ്കര ആർഷവിദ്യാപീഠം ഇന്നു മുതൽ നടത്തുന്ന പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുക്കുവാനും അതിലൂടെ വാൽമീകി എന്ന മഹായോഗിയായ മഹർഷിയെ കുറിച്ചുള്ള യഥാർത്ഥ കഥ എനിക്ക് മനസ്സിലാക്കുവാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും സാധിച്ചതും ശ്രീരാമചന്ദ്രസ്വാമിയുടെയും ഹനുമാൻ സ്വാമിയുടെയും എൻ്റെ എല്ലാ ഗുരുനാഥന്മാരുടെയും അനുഗ്രഹത്താലാണ്. എല്ലാവരുടെയും പാദങ്ങളിൽ ഞാൻ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെയൊരു പ്രഭാഷണ പരമ്പര നടത്താനും അതിലൂടെ ഞങ്ങൾക്ക് രാമായണത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും അവസരമൊരുക്കി തന്ന വിശ്വനാഥൻ സാറിനും അതുപോലെ ഓരോ കുട്ടികൾക്കും വേണ്ട ഉപദേശങ്ങൾ തന്ന് ഞങ്ങളെ പ്രഭാഷണം അവതരിപ്പിക്കുവാൻ പ്രാപ്തരാക്കിയ ഞങ്ങളുടെ എല്ലാം ഗുരുനാഥനായ പരമേശ്വരൻ സാറിനും മധുമുത്തച്ഛനും സോമൻ സാറിനും സ്വാമിയാർ മഠത്തിലെ മറ്റ് ഗുരുനാഥന്മാർക്കും ഞങ്ങൾ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന മാതാപിതാക്കൾക്കും ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി.